പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടെക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആവറേജിനെ കുറിച്ചുള്ള വീഡിയോസാണ്. ആവറേജ് എങ്ങനെ ശരാശരി കാണാം, അല്ലെങ്കിൽ ശരാശരിയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും SSC ആണെങ്കിലും CHSS അങ്ങനെ ആ രീതിയിലുള്ള എല്ലാ ബാങ്ക് എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരാറുണ്ട്, ആവറേജിൽ നിന്ന്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നേരിടാമെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം ഭാഗത്തു നിന്നാണ് PSC സാധാരണയായി ചോദിക്കാറ്. ഇതിൽ നമ്മൾ ഉദാഹരണമായി എടുത്തിട്ടുള്ളത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉദാഹരണമായി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും ഏതെല്ലാം രീതിയിലാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. നമുക്ക് നോക്കാം ഓരോ ഭാഗങ്ങൾ. ആദ്യമായി 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ, ആവറേജ് കാണാൻ നമുക്ക് n+1 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഉദാഹരണം നമുക്ക് 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചിട്ടുണ്ട്. 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ, അപ്പോൾ 100 n എന്ന് പറഞ്ഞത് ഇവിടെ 100 ആണ്. 100+1 ഡിവൈഡ് ബൈ 2, അപ്പോൾ നമുക്ക് 50.5 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 50.5 ആണ്. ഈ രീതിയിൽ ചെയ്താൽ മതി ഏത് സംഖ്യ. അപ്പോൾ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 50+1 ഡിവൈഡ് ബൈ 2 എന്ന് കൊടുത്താൽ മതി. അതുപോലെ n എന്ന് പറയുന്ന ഒറ്റസംഖ്യയുടെ ശരാശരി അത് n തന്നെയായിരിക്കും. ഉദാഹരണത്തിന് 35 വരെയുള്ള ഒറ്റസംഖ്യയുടെ ശരാശരി എത്ര ചോദിച്ചാൽ 35 തന്നെ. അതുപോലെ ഇവിടെ ആദ്യത്തെ 40 ഒറ്റസംഖ്യയുടെ ശരാശരി എത്ര ചോദിച്ചാൽ 40 ആണ്. അതുപോലെ ആദ്യത്തെ 75 ഒറ്റസംഖ്യയുടെ ശരാശരി എത്ര ചോദിച്ചാൽ അത് 75 തന്നെ ആയിരിക്കും. അതുപോലെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി, n എന്ന് പറയുന്ന ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണം 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അത് 50+1 ആണ്. കാരണം 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്ന ഡിവൈഡ് ബൈ 2 50 വരെ, 50 ഇരട്ട സംഖ്യകളാണ് 100 വരെയുള്ളത്. +1 ഡിവൈഡ് ബൈ +1, 50+1, അപ്പോൾ 51 എന്ന് വരും. ഇവിടെ n എന്ന് പറയുന്നത് ആ ഇരട്ട സംഖ്യ, എത്ര ഇരട്ട സംഖ്യയാണ്. ഇപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. അപ്പോൾ 100+1 n+1. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. PSC ചോദിച്ചിട്ടുള്ള 4 കുട്ടികൾക്ക് ശരാശരി വയസ്സ് 7 വയസ്സാണ്. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. എന്നാൽ അഞ്ചാമൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 ആണ്. 7 × 4 28 ആണ്. 28 വയസ്സാണ് അവരുടെ മൊത്തം വയസ്സ്. തുക എന്ന് പറയുന്നത് 28 ആണ്. വയസ്സുകൾ 4 കുട്ടികളുടെ ശരാശരി വയസ്സിൻ്റെ തുക 28 ആണ്. അപ്പോൾ 5 കുട്ടികൾ ചേർന്നപ്പോൾ ശരാശരി 1 കുറഞ്ഞു എന്ന് പറഞ്ഞത് 6 ആണ്. അപ്പോൾ 6 ആണ് 5 കുട്ടികൾക്ക്. അപ്പോൾ 5 × 5 എന്ന് പറയുന്നത് ഇവിടെ 4 കുട്ടികളാണ്. ഇവിടെ ഒരു കുട്ടി ചേർന്ന് അപ്പോൾ 5 ആയി. ഇവിടെ ഒരു ശരാശരി കുറഞ്ഞ് 6 ആയി. അപ്പോൾ 5 × 6 30. അപ്പോൾ ഇവ ചോദിച്ചിട്ടുള്ളത് എന്നാൽ അഞ്ചാമൻ്റെ വയസ്സ് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ 30 - 28 2 വയസ്സാണ്. 2 വയസ്സാണ് അഞ്ചാമത്തെ കുട്ടിയുടെ വയസ്സ് 2 ആണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 4 പേരുടെ ശരാശരി വയസ്സ് 24, അഞ്ചാം കൂടി ചേർന്നാൽ ശരാശരി വയസ്സ് 25 എങ്കിൽ അഞ്ചാമൻ്റെ വയസ്സ് എത്ര? 4 പേരുടെ ശരാശരിയുടെ തുക എന്ന് പറഞ്ഞാൽ 4 പേരുടെ തുക എന്ന് പറഞ്ഞാൽ 4 × 24 ആണ്. അപ്പോൾ 96. ഒരാൾ കൂടി ചേർന്ന് അപ്പോൾ 4 പേരെന്നുള്ളത് 5 പേരായി. 5 പേരായപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വയസ്സ് 25 കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൂടി. അപ്പോൾ 5 × 125 125. അപ്പോൾ അഞ്ചാമൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഈ 125 96 കുറച്ചാൽ നമുക്ക് 29. 29 ആണ് ഇതിൻ്റെ ആൻസർ. 24 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശരാശരി വയസ്സ് 15. അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി വയസ്സ് 14. അധ്യാപകൻ്റെ വയസ്സ് എത്ര? നമ്മൾ ക്വസ്റ്റ്യൻ തന്നത് ജസ്റ്റ് 24 വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും ശരാശരി, 24 വിദ്യാർത്ഥികൾ പ്ലസ് അധ്യാപകനും.
അധ്യാപകൻ്റെ വയസ്സ് ഈ 15ആണ്. അപ്പോൾ അധ്യാപകർ എന്ന് പറഞ്ഞത് അപ്പോൾ 1 കൂടി 24 + 1 25. 25 × 15 15ആണ് അവരെ ശരാശരി വയസ്സ്. അപ്പോൾ തുക കാണാൻ 25 × 15 375. അപ്പോൾ അധ്യാപകനെ ഒഴിവാക്കിയാൽ 25 എന്നുള്ളത് 24 കുട്ടികളെ മാത്രം ആക്കിയെടുത്താൽ ശരാശരി 14 തന്നിട്ടുണ്ട്. ആ 14 ഇവിടെ ചെയ്താൽ അതിൻ്റെ തുക കാണാൻ 336. അപ്പോൾ അധ്യാപകൻ്റെ വയസ്സ് കാണാൻ ഈ 375 നിന്ന് 336 നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ വയസ്സ് 39 കിട്ടി. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നുണ്ട്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി വരുമാനം 60 രൂപയാണ്. 12 ഓഫീസർമാർ 400 രൂപ ദിവസ വരുമാനമുള്ളവരാണ്. ബാക്കിയുള്ളവരുടെ ശരാശരി വരുമാനം 56 രൂപയായാൽ ആകെ ജീവനക്കാർ എത്ര? ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്, പക്ഷേ ജീവനക്കാരുടെ എണ്ണം ചോദിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ എണ്ണം ശരാശരി വരുമാനം ടോട്ടൽ ജീവനക്കാരുടെ ശരാശരി വരുമാനം 60ആണ്. അതിൽ 12 ഓഫീസർമാർക്ക് 400 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ ശരാശരി വരുമാനം എന്ന് പറഞ്ഞാൽ 56 രൂപയാണ്. ഈ 12 ഓഫീസർമാർ കഴിച്ച ശേഷം ബാക്കി ഉള്ളവർക്ക് 56 രൂപയാണ് ശരാശരി കൊടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആകെ ജീവനക്കാരുടെ എണ്ണം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. 12 ജീവനക്കാരുടെ ശരാശരി വേതനം എന്ന് പറഞ്ഞാൽ 12 × 400. 12 ഓഫീസ് ഇവിടെ തന്നിട്ടുണ്ട് 12 × 400. അപ്പോൾ 4800 ശരാശരി 12 ആൾക്കാരുടെ ശരാശരി വേതനം. അവരുടെ തുക കാണാൻ 12 × 400. മറ്റ് ജീവനക്കാർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈ മറ്റ് ജീവനക്കാർ ഈ 12 ഓഫീസർമാർ കഴിച്ചിട്ടുള്ള ബാക്കി ആൾക്കാരെ എണ്ണം നമുക്കറിയില്ല, നമുക്കത് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ രൂപീകരിക്കാം. ഈ 12 എക്സ്, ഇവിടെ ഈ 12 ആളുകളും 12 ഓഫീസർമാരും ഈ 12 ഓഫീസർമാരും ഈ എക്സും മറ്റ് ജീവനക്കാരായ എക്സും ചേർന്നതാണ് ഈ 60 എന്ന് പറയുന്ന ശരാശരി. അത് നമ്മളിവിടെ ഇങ്ങനെ എടുത്ത്. അതുപോലെ ഈ 4800 എന്ന് പറഞ്ഞ വേതനം, 4800 12 ആൾക്കാരെ വേതനവും അതുപോലെ എക്സ് എന്ന ആൾക്കാരെ ഇതുമാണല്ലോ ഈ 56 എന്ന് പറയുന്നത്. 56 എന്ന് പറയുന്ന വരുമാനം, ഈ ശരാശരി എന്ന് പറഞ്ഞാൽ 12 ആൾക്കാരുടെ ശേഷം വരുന്ന വരുമാനമാണ് ഈ 56. അപ്പോൾ 4800 പ്ലസ് എക്സ് × 56 എന്നെടുത്താൽ ഈ ഒരു 12 + എക്സ് × 60 തുല്യമാണ്. അത് നമുക്ക് ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ 60 × 12 720 ആവും. 60 × എക്സ് 60 എക്സ് ആവും. ഓക്കെ. അതുപോലെ ഈ എക്സ് × 56 56 എക്സ് എന്ന് വരുന്നത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റിയേക്കാം. ഈ 56 എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് എക്സിലത് മൈനസ് എക്സ് ആവും. അപ്പോൾ 60 - 56 എക്സ്. അതേപോലെ 720 എന്ന് പറയുന്ന ഈ സംഖ്യ ഇങ്ങോട്ട് വലത്തോട്ട് മാറുമ്പോൾ അത് പ്ലസ് എന്നുള്ളത് മൈനസ് എന്നാവും. അപ്പോൾ -720. അപ്പോൾ 60 എക്സ് - 56 എക്സ് എന്ന് പറയുന്നത് 4 എക്സ് ആണ്. 60 എന്ന് 56 പോയ 4 4x ആണ്. ഇൻറ്റു ഈക്വൽ ടു 4800 - 720, അത് 4080 ആണ്. ഈ 4080 എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ 1x കാണാൻ നമുക്ക് ഡിവൈഡ് ചെയ്യുക. 4080 / 4, അപ്പോൾ 1020 ആണ് എക്സ്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ആകെ ജീവനക്കാരെ ചോദിച്ചത്. അപ്പോൾ 1020 എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കാണുന്നത് ടോട്ടലാണ് കാണേണ്ടത്. ടോഗ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 12 ആണ്. 12 ജീവനക്കാരുടെ ശമ്പളം തന്നിട്ടുണ്ട്. അപ്പോൾ 12 ആൾക്കാരിൽ കൂടണം. ഈ എക്സ് എന്ന് പറയുന്നത് 12 ആൾക്കാർ പെടാത്ത സംഖ്യയാണ്. അപ്പോൾ എക്സ് പ്ലസ് 12 എന്ന് 1020 + 12 1032. 1032 ഇവിടുത്തെ ആൻസർ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആവർത്തിച്ചൊന്നും കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. വേറെ ക്വസ്റ്റ്യന്, ഒരു അച്ഛൻ്റെയും 5 കുട്ടികളുടെയും ശരാശരി വയസ്സ് 14. കുട്ടികളുടെ മാത്രം ശരാശരി വയസ്സ് 8 എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? അച്ഛനും 5 കുട്ടികളെന്ന് പറയുമ്പോൾ മൊത്തം 6 ആൾക്കാർ വരുന്നുണ്ട്. 6 + 14 6 × 14 തുക കാണണമെങ്കിൽ 84 വരുന്നത്. 6 × 14 വരുമ്പോൾ 84. ഇവിടെ കുട്ടികളുടെ മാത്രം വയസ്സെന്ന് പറയുന്നത് 8 ശരാശരി. അപ്പോൾ 6 അച്ഛൻ പോയാൽ 5 ആവും. 5 × 8 40. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അച്ഛൻ്റെ വയസ്സ്. 84 - 40 44 അച്ഛൻ്റെ വയസ്സ്. 44. വേറെ ക്വസ്റ്റ്യൻ, 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. 5 കുട്ടികൾ കൂടി ഇവരുടെ കൂടെ ചേർന്നാൽ ശരാശരി വയസ്സ് 1 കൂടും. എങ്കിൽ കൂടെ ചേർന്ന 5 പേരുടെ ശരാശരി വയസ്സ് എത്ര? 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. അപ്പോൾ 10 × 12 അവരുടെ തുക കാണാം.
10 × 12 120. 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. അപ്പോൾ അവരുടെ തുക കാണാൻ 10 × 12. ഇനി 5 കുട്ടികൾ കൂടി ഇവരുടെ കൂടി ചേർന്നാൽ ശരാശരി വയസ്സ് 1 കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരാശരി വയസ്സ് 1 കൂടിയിട്ടുണ്ടാവും. 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ 15 ആയി. 10 കുട്ടികളാകെ ആദ്യം വന്നിരുന്നത് 15 കുട്ടികളായി. ശരാശരി 1 കൂടി എന്ന് പറയുമ്പോൾ 12ൽ 13ആയി. അവിടെ തുക കാണാൻ 195. 15 × 13 195. എങ്കിൽ കൂടെ ചേർന്ന 5 പേരുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അവരുടെ ശരാശരി വയസ്സ്. ശരാശരി വയസ്സല്ല, ശരാശരി എണ്ണം കിട്ടണമെങ്കിൽ ഇവ തമ്മിലുള്ള നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. കൂടെ ചേർന്ന 5 പേരുടെ ശരാശരി വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. വയസ്സ് എത്ര ശരാശരി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വയസ്സ് കാണാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം 195 - 120. അപ്പോൾ 75 കിട്ടും. പിന്നെ 75 / 5. 5 കുട്ടികളുടെ ശരാശരി വെച്ചിട്ടുണ്ട്. അപ്പോൾ 75 / 5 ചെയ്യുമ്പോൾ 15 ആണ്. 15 ശരാശരി. വേറെ ക്വസ്റ്റ്യൻ, 5 സംഖ്യകളുടെ ശരാശരി 46 അവയുടെ അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 47 ആയാൽ ആദ്യ സംഖ്യ ഏത്? അഞ്ച് സംഖ്യയുടെ ശരാശരി 5 × 46 230 വരുന്നത്. അതുപോലെ 4 × 47 188 വരുന്നത്. 5 സംഖ്യയുടെ ശരാശരി 46 അവയുടെ അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 47ആണ്. അപ്പോൾ ആ 5 സംഖ്യ ഉണ്ടെങ്കിൽ 5 സംഖ്യ ഈ 5 സംഖ്യയുടെ ശരാശരി മൊത്തമുള്ളത് 46ആണ്. ഈ അവസാനത്തെ 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ പെടുന്നില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് സംഖ്യ ഏതാണെന്ന് കാണാൻ നമ്മൾ ഈ 4 കാണാം. 4 47 തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം 230 - 188 ചെയ്താൽ നമുക്ക് ആദ്യ സംഖ്യ കിട്ടും 42. വളരെ സിമ്പിളാണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യന് വളരെ സിമ്പിളായിട്ടാണ്. ഒരിക്കലും ആ മാർക്ക് കളയാൻ പാടില്ല. 3 സംഖ്യകളുടെ ശരാശരി 12 ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 10 അവസാനത്തെ 2 സംഖ്യകളുടെ ശരാശരി 14 ആണെങ്കിൽ അവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 3 സംഖ്യയുടെ ശരാശരി എന്ന് 12. 3 × 12 തുക 36. 3 സംഖ്യയുടെ ശരാശരി. 2 സംഖ്യയുടെ ശരാശരി ആദ്യത്തെ 3 സംഖ്യയുടെ ശരാശരി 36ആണ്. ആദ്യത്തെ 2 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ അവസാനത്തെ 2 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 14ആണ്. അപ്പോൾ 2 × 10 20. അതുപോലെ 2 × 14 28. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നാമത്തെ സംഖ്യ കാണാൻ ടോട്ടൽ നമുക്ക് 36 എന്നുണ്ട്. 36 ഈ 2 പറഞ്ഞല്ലോ. ഈ 2 കുറച്ചാൽ 20 കുറച്ചാൽ നമുക്ക് മൂന്നാമത്തെ സംഖ്യയായ ഈ സംഖ്യ കിട്ടി. ഇനി അടുത്തത് പറഞ്ഞാൽ ആദ്യ സംഖ്യ കിട്ടാൻ നമുക്ക് ഈ ടോട്ടൽ 36 ഈ 28 ഈ ഫസ്റ്റത്തെ ഈ ലാസ്റ്റത്തെ 2 സംഖ്യകളുടെ ശരാശരി കുറച്ചാൽ നമുക്ക് ഇത് കിട്ടി. ഈ ശരാശരി അല്ല ടോട്ടൽ തുക കുറച്ചാൽ ഫസ്റ്റിലെ സംഖ്യ കിട്ടി. അപ്പോൾ അതാണ് 8. ഇത് നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 8ഉം 16ഉം കൂട്ടിയിട്ട് ഈ 36 എന്ന് കുറച്ചാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടി. അത് 12 ആണ്. അവയിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അത് 8 ആണ് ആൻസർ. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ മെത്തേഡ് കിട്ടും. അടുത്ത ഒരു കുടുംബത്തിലെ 6 പേരുടെ ശരാശരി വയസ്സ് 21 ആണ്. അതിൽ ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സ് ആണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രസ്തുത കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്ര? മൊത്തം 6 പേരുടെ 21 വയസ്സാണ് കുട്ടിയടക്കം. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഉള്ള വയസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 6 വർഷം മുമ്പാണ്. അപ്പോൾ 6 ആൾക്കാരുണ്ട്. കുട്ടിയടക്കം 6 ആളുകളുണ്ട്. 6 × 6 വരും. 6 × 6 എന്നുള്ളത് ഈ 126 കുറക്കണം. 6 × 6 36ആണ്. 36 മൈനസ് ചെയ്യുമ്പോൾ 90. ഇനി ഇവിടെ ചോദിക്കുന്ന കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്രയാണ്? അപ്പോൾ കുട്ടി അടക്കമാണ് ഈ 6, കുട്ടിയില്ലാതെ 5. അപ്പോൾ 90 / 5 18. ഇവിടെ ഈ 6 എന്നുള്ളത് 6 ഇവിടെ മൊത്തം 5 ആൾക്കാരാണുള്ളത്. കുട്ടി ഇവിടെ വെച്ച് 6 അത് നമ്മൾ മൈനസ് ചെയ്യണം. ഈ 5 ആളുകളത് 6 വർഷമാണ്. അപ്പോൾ 5 × 6 30. 30 + 6 36. അങ്ങനെ കുറച്ചാലും മതി. 30 ഈ ആളുകളത് കുട്ടീൻ്റെയും 6ഉം കൂടുമ്പോൾ 36. അങ്ങനെ 36 ചെയ്താലും മതി. ഇവിടെ ഒരു വാഹനം ആദ്യത്തെ 4 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും
അടുത്ത 4 മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിലും അടുത്ത 2 മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ വാഹനത്തിൻ്റെ ശരാശരി വേഗം എത്ര? ആദ്യത്തെ 4 മണിക്കൂർ 60 240 ആയി. 60 × 4 240, പിന്നെ 4 × 80 320, പിന്നെ 2 × 40 80. ടോട്ടൽ അവർ സഞ്ചരിച്ചത് 640 കിലോമീറ്റർ വേഗതയിലാണ് ടോട്ടൽ അവർ സഞ്ചരിച്ചത്. അവരുടെ തുക എന്ന് പറഞ്ഞത് ടോട്ടൽ സഞ്ചരിച്ച വേഗത്തിൻ്റെ തുക. അത് നമ്മൾ ടോട്ടൽ സഞ്ചരിച്ച മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ എന്ന ഫസ്റ്റ് 4 പിന്നെ 4 പിന്നെ 2 മണിക്കൂർ. ആ 640 കിട്ടിയ 640 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ അവരുടെ ആവറേജ് സ്പീഡ് 64 km/h ആണ് ആ വാഹനത്തിൻ്റെ സ്പീഡ്. അടുത്ത 5 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമും. ഇതിൽ നിന്നും 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി, പകരം 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നു. എന്നാൽ ഇപ്പോഴത്തെ ശരാശരി ഭാരം എത്ര? 5 പേരുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 5 × 45 225 ആണ്. നമ്മൾ മനസ്സിലാക്കുക 50 കിലോഗ്രാം കിലോഗ്രാമുള്ള ആള് പുറത്തു പോയപ്പോൾ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ തിരികെ വന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി മൈനസ് ആയത് 10 കിലോഗ്രാം മാത്രമാണ്. ഇവർ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 10 കിലോഗ്രാം മാത്രമാണ്. അപ്പോൾ 225 - 10 215. 200 ശരാശരി ഭാരം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം 215 കിലോഗ്രാമാണ് അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ. 5 പേരാണ് 215 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 43 കിലോഗ്രാമാണ് അവരുടെ ശരാശരി വെയിറ്റ്. അടുത്തത് 10 സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. അവരുടെ ശരാശരി 45 ആണ്. അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 40ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 50 ആകുന്നു. നടുവിലുള്ള 2 സംഖ്യകൾ തുല്യമാണെങ്കിൽ എത്രയാണ് നടുവിലത്തെ സംഖ്യ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യാണ്. 10 × 45 ഫസ്റ്റത്തെ മൊത്തത്തിൽ 450 ആണ്. 45 10 സംഖ്യകളുടെ അവരോഹണക്രമത്തിൽ എഴുതിയിരിക്കുന്ന അവരുടെ ശരാശരി 45 ആണ്. മൊത്തം 45 ആണ് അവരുടെ തുക. ആദ്യത്തെ 4 സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 4 × 40 160. പിന്നത്തെ 4 സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 50 × 4 200 ആണ്. ഇനി ഇവ തമ്മിൽ കൂട്ടുക. 200 + 160 360. 360 ആണ് 8 സംഖ്യയുടെ, മൊത്തം 10 സംഖ്യകളാണുള്ളത്. അതിൽ 8 സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 360 ആണ്. ആ 360 എന്നുള്ളത് 450 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ 90 ആണ്. അപ്പോൾ സെൻട്രലിൽ 2 സംഖ്യകളുള്ളത് 90 ആണ്. അപ്പോൾ 90 എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുല്യമാകുമ്പോൾ അവർ ഡിവൈഡ് ബൈ 2 അടിക്കുമ്പോൾ നമുക്ക് 40